പെട്ടെന്ന് സംസാരിക്കാം. പരിപാടിയുടെ അധ്യക്ഷ രണ്ടുമൂന്ന് പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാവരുടെ പേരിലേക്ക് കടക്കുന്നില്ല. വേദിയിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, കോർപ്പറേഷൻ ജീവനക്കാർ, മറ്റേ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയെ കുറിച്ച് ഇവിടെ കാര്യമായിട്ട് സ്വാഗത പ്രസംഗകനും ഡെപ്യൂട്ടി മേയറും പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചപ്പോഴും ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷവും ഒരു പുതിയ കാഴ്ചപ്പാട് ചോദിച്ചു. അതായത് കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരും അവരാണ് ഭരണാധികാരികളായി മാറുന്നത്. കുറച്ച് ജീവനക്കാരും ചേർന്നിരുന്നുകൊണ്ട് ഒരു കോർപ്പറേഷന്റെ 5 വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും എങ്ങനെ പോകണം, എങ്ങനെ ആയിരിക്കണം എന്ന് ഡിസൈൻ ചെയ്ത് വരുന്ന ഒരു പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഓരോ മേഖലയിലുമുള്ള വിദഗ്ധരുമായി അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കോർപ്പറേഷനിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നികുതി വിഹിതം ചേർന്ന ഓൺ ഫണ്ട് ചേർന്നുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറം നമ്മുടെ കോർപ്പറേഷനെ സ്നേഹിക്കുന്ന, ഈ കോർപ്പറേഷനെ സഹായിക്കുവാൻ തയ്യാറായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർ പുറത്തുണ്ട്. അവരുടെ ഉൾപ്പെടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം സൃഷ്ടിച്ചുകൊണ്ട് അവരിൽ നിന്നും പരമാവധി സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാം, നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ പ്രവർത്തനം പല മേഖലകളിലും എത്തിക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള നടന്ന വളരെ വിശദമായിട്ടുള്ള ചർച്ചകളുടെ ഈ ഗവേഷണങ്ങളുടെയും ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നത്. ഇവിടെ മേയർ കെയർ എന്നാണ് ഈ പദ്ധതി പേരിട്ടിരിക്കുന്നതെങ്കിലും അത് ഒരു വ്യക്തിയുടെ ആശയമോ ഒരു വ്യക്തിയുടെ പ്രയത്നഫലമായി ഉണ്ടായതല്ല, ഒരു പോസ്റ്റിലിരുന്ന ആളുടെ പ്രയത്നഫലമായി ഉണ്ടായതല്ല. ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞുവന്ന ഒരാശയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് തെരഞ്ഞെടുത്തതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലരും ചോദിച്ചു. വളരെ നേരത്തെ തന്നെ ഈ ഭരണസമിതി പറഞ്ഞു 2047 ആകുമ്പോഴേക്കും ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭാരതമായിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അത് 2014 ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ നിമിഷവും നടത്തിയ പ്രവർത്തനങ്ങൾ. ആദ്യം രാജ്യത്തെമ്പാടും ശൗചാലയങ്ങൾ, സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സ്കൂളുകളിൽ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ നിർമ്മിക്കുക. അതോടൊപ്പം തന്നെ നാട്ടിൽ സ്വച്ഛ ഭാരത് നടപ്പിലാക്കിക്കൊണ്ട് രാജ്യം മുഴുവൻ വൃത്തിയുള്ളതാക്കി മാറ്റുക. അതിന്റെ തുടർച്ചയായി 2014 ജൂൺ 21 മെയ് മാസത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ജൂൺ 21 തന്നെ ഇന്റർനാഷണൽ യോഗാ ദിനമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അത് ആചരിക്കുക. അങ്ങനെ ഓരോ മേഖലയിലും ഈ രാജ്യത്തെ ജനതയുടെ ആരോഗ്യവും അറിവും വർദ്ധിപ്പിക്കുക എന്നുള്ള നിലപാടോടുകൂടി ഗവൺമെന്റ് 2014 മുതൽ 2026 വരെ എത്തിയപ്പോഴേക്കും നമ്മുടെ രാജ്യം സാമ്പത്തികമായും സൈനികമായും പ്രതിരോധ രംഗത്തും ശാസ്ത്രസാങ്കേതിക രംഗത്തും ബഹിരാകാശ ഗവേഷണ രംഗത്തും ആരോഗ്യ രംഗത്തും ഉൾപ്പെടെ വിദേശ നയ രംഗത്തുൾപ്പെടെ തീർച്ചയായിട്ടും ഭാരതത്തിന്റെ സ്ഥാനം ഇന്ന് ഓരോന്നോരോന്നായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി ഈ സ്കൂൾ തുറപ്പ് ദിവസങ്ങൾ, പുതിയ അധ്യയന വർഷത്തിന്റെ ദിനങ്ങൾ പ്രയോജനപ്പെടുത്തിയതിന്റെ പ്രാധാന്യം. ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുട്ടികൾക്കാണ് ഒരു സഹായം കോർപ്പറേഷൻ നൽകുന്നത്. അതായത് ഒരു 15-16 വയസ്സ്, 5 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കാണ് ഈ സഹായം നൽകുന്നത്. അപ്പോൾ 20 വർഷം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 100ാം വാർഷികം 2047 ആഘോഷിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഇന്ന് 5 വയസ്സുള്ള കുട്ടിക്ക് അന്ന് 25 വയസ്സായിരിക്കും. ഇന്ന് 15 വയസ്സുള്ള കുട്ടിക്ക് അന്ന് 35 വയസ്സായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുവാൻ സാധിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുന്നിലിരുന്ന ഈ കുട്ടികൾ. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ മുതൽ തന്നെ ഞങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ രാഷ്ട്രം കൂടെയുണ്ട്, ഒരു സിസ്റ്റം കൂടെയുണ്ട്, ഞങ്ങൾ ജീവിക്കുന്ന ജനിച്ചു വളർന്ന കോർപ്പറേഷൻ കൂടെയുണ്ട്, ഞങ്ങൾ നികുതി അടയ്ക്കുന്ന കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം രൂപപ്പെടുത്തിയ ഒരു തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ പരിപാടിയുടെ ഞങ്ങൾ നൽകുന്നത്, ഞങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ പറയുമ്പോഴേക്കും വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഗവൺമെന്റ് സ്കൂളിലെ എയ്ഡഡ് സ്കൂളിലെ ചില എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് പേരേ ഉള്ള സ്കൂളിലൊക്കെ തന്നെ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്നത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്
ഞാൻ പഠിച്ച തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഒരു ഗ്രാമീണ മേഖലയിൽ സർക്കാർ സ്കൂളിലാണ്. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് കൈയെടുത്താൽ വന്നിട്ടുണ്ടോ? ആ ഓക്കെ ഓക്കെ. ഇതേപോലൊക്കെ തന്നെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്നപ്പോഴേക്കും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ഞങ്ങളൊക്കെ. ഞാൻ ഒന്നാമത്തെ ബെഞ്ചിലല്ല, രണ്ടാമത്തെയോ നാലാമത്തേൽ പോയിട്ടില്ല, രണ്ടാമത്തെയോ മൂന്നാമത്തെ ബെഞ്ചിൽ ചില ബന്ധുക്കളൊക്കെ ടീച്ചേഴ്സ് ആയിരുന്നുണ്ട്. രണ്ടാമത്തെ മൂന്നാമത്തെ ബെഞ്ചിൽ ഇരുന്ന് അപ്പൊ മൂന്നാമത്തെ ബെഞ്ചിലൊക്കെ ഇരുന്ന ക്ലാസ്സിലെ ഒന്നാമത്തെ ബെഞ്ചിൽ ഇരുന്ന ടീച്ചറിനെ മാത്രമേ കാണാൻ പറ്റും. മൂന്നാമത്തെ ബെഞ്ചിലൊക്കെ ഇരുന്ന ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പറ്റും. പുറകോട്ട് ഇടപെടാം, മുമ്പോട്ട് ഇടപെടാം, എല്ലാ കാര്യങ്ങളും ഇടപെടാൻ പറ്റുന്നതിന്റെ മൂന്നാമത്തെ രണ്ടാമത്തെ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് പഠിച്ചിട്ടുള്ളത്. മഴ വരുമ്പോഴേക്കും എനിക്ക് സ്കൂൾ തുറന്ന് നമ്മൾ ബുക്ക് പേപ്പർ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ ബെഞ്ച് ആടുന്ന ബെഞ്ച് ഉണ്ടാകും. അപ്പൊ ടീച്ചർ ചോദ്യം ചോദിച്ചിട്ട് മറ്റാൾ ഇരിക്കുമ്പോ ബെഞ്ചിന് അങ്ങോട്ട് നിൽക്കും. അപ്പൊ ഇടയിലെ കാല് ബെഞ്ചിന്റെ ഇടയിലാവും. ഇങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും തറയിലിരുന്ന് പഠിക്കുമ്പോഴേക്കും ഒരു റബ്ബർ സ്റ്റേറ്റിന്റെ ഒക്കെ നടുക്കായിരുന്നു ഞങ്ങളുടെ സ്കൂൾ. അവിടെ റബ്ബർ ചൂടുകാലത്തൊക്കെ റബ്ബറിന്റെ കിട്ടുന്നുണ്ട്. ഇതിന് തറയിലിട്ട് ചൂടായി കഴിഞ്ഞാൽ നല്ല വരച്ചിട്ടുള്ള ചൂടായി ഇത് തൊട്ടടുത്തേക്ക് ആളുടെ കാര്യം വെച്ചു കൊടുക്കും. ഇയാൾ കാര്യം ഇതൊക്കെ തന്നെ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ തന്നെ ചെയ്ത് വളർന്നത് കൊണ്ട് തന്നെയും അന്നുണ്ടായ സൗഹൃദവും നിഷ്കളങ്കമായ മനസ്സുകളുടെ കൂടിച്ചേരലുകളും അതിന്റെ അപ്പൊ ടീച്ചർ സ്വാഭാവികമായിട്ട് ഒന്നിലായാലും തെറ്റുകൊടുക്കില്ലേ നമുക്ക് തന്നെയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നതിന്റെ സൗന്ദര്യം അറിയാം. അതോടൊപ്പം തന്നെ കണ്ടിട്ടുള്ളത് നമ്മളിപ്പോ സ്കൂളിൽ ഞങ്ങൾക്ക് 40-45 ഉണ്ടായിരുന്നത് ഉണ്ടെങ്കിൽ ഒരു 10-15 പേരെങ്കിലും സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗം വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ്. അച്ഛന് ജോലിയില്ല, അമ്മയ്ക്ക് ഇല്ല, അച്ഛൻ മരണപ്പെട്ട അമ്മയില്ല, അല്ലെങ്കിൽ അച്ഛൻ വീട്ടിൽ മദ്യപിക്കും, പൈസ ഉണ്ടാക്കുക. അപ്പൊ ഇവരൊക്കെ സ്കൂളിൽ വരുമ്പോ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പോലെ ഇവർക്ക് ബാഗ് കാണില്ല, ചിലർക്ക് കുട കാണില്ല, ചിലർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കില്ല. ഇപ്പോ ജൂൺ 1-ാം തീയതി ആകുമ്പോൾ ഇപ്പോഴത്തെ പോലെ അല്ല, അന്ന് ജൂൺ 1-ാം തീയതി രാവിലെ മഴ പെയ്തിരിക്കും. മഴ ഒരു ദിവസത്തിൽ അങ്ങ് പെയ്യും. പലർക്കും കുട കാണില്ല. ഈ വാഴയുടെ ഇലയൊക്കെ വെട്ടിയിട്ട് നമ്മളെ കൂടെയുള്ളവരൊക്കെ തന്നെ വാഴയുടെ ഇല വെട്ടിയിട്ട് ആ ഇല പിടിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ചിലർക്ക് ഇത് പരിപാടിക്ക് ചില കുറെ കഴിയുമ്പോൾ ഒരു റെസിസ്റ്റൻസ് പവർ ഉണ്ടാവും. കുറച്ച് ദിവസം നനയുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ജലദോഷമൊക്കെ മാറും. എനിക്കൊക്കെ കുട ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട എടുക്കാതെ പോയിട്ട് ഏറ്റവും കൂടുതൽ വാഴയിലും അല്ലെങ്കിൽ നനഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പൊതുപ്രവർത്തനവും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും നടത്തുവാനുള്ള ഒരു ആവേശം ഉൾക്കൊണ്ടത്. പക്ഷേ അന്ന് മനസ്സിൽ പതിഞ്ഞു പോയ ഈ ബാഗും ബുക്കും ഇല്ലാതെ വരുന്ന, ടിഫിൻ ബോക്സ് ഇല്ലാതെ വരുന്ന ഇങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ തന്നെ ഒരു വേദന അന്ന് ഉള്ളിന്റെ ഉള്ളിൽ നേരിട്ട് കണ്ടപ്പോഴേക്കും നമുക്ക് ഒരു ഉത്തരവാദിത്തം ലഭിച്ചാൽ, അധികാരം ഒരു അവസരം ലഭിച്ചാൽ പരമാവധി അത്തരത്തിലുള്ള ജനതയെ സഹായിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് നമ്മളിതൊക്കെ തന്നെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഈ പദ്ധതിയെ കുറിച്ചുള്ള ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നും, കോർപ്പറേഷന് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് ഫണ്ടിൽ നിന്നും കോർപ്പറേഷൻ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ഇതിന് എടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ പണമെടുത്ത് നടത്താൻ വളരെ എളുപ്പമാണ്. വേറെ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു ടീം തീരുമാനിച്ചു കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഓൺ ഫണ്ടിൽ നിന്ന് എത്ര പൈസ വേണമെങ്കിലും വാങ്ങിക്കാം. അങ്ങനെ വാങ്ങുമ്പോൾ നാട്ടിൽ റോഡ് ടാർ ചെയ്യാനുള്ള, കെട്ടിടങ്ങൾ കെട്ടുവാനുള്ള, മറ്റുള്ള പ്രവർത്തനങ്ങളുടെ പണമാണ് അവിടെ കുറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്നും പണം എടുക്കാതെ നമ്മെ സഹായിക്കാൻ തയ്യാറുള്ള നിരവധി ബാങ്കുകൾ നമ്മളെ സഹായിക്കാൻ തയ്യാറുണ്ട്, നിരവധി വ്യക്തികൾ തയ്യാറുണ്ട്. അവരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ക്യാഷായിട്ട് സ്വീകരിക്കാതെ ഇപ്പോൾ നമ്മൾ നടത്തുന്ന എയർ കേരള പദ്ധതിയിലൂടെ കുട്ടികൾക്ക് ബാഗും ബുക്കും ഒക്കെയാണ്. അത് കിറ്റായിട്ട് വാങ്ങിത്തരിക. ഇത്ര നേരത്തെ ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികൾ പറഞ്ഞതുപോലെ ഇന്ന സാധനങ്ങൾ അവിടെ കിറ്റായിട്ട് വാങ്ങിത്തരിക എന്ന് പറയുന്നത്. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ 2-3 ദിവസം കൊണ്ട് തന്നെയാണ് 5000-ൽ പരം കിറ്റുകൾക്കുള്ള വാഗ്ദാനം ലഭിച്ചു. മാത്രമല്ല കിറ്റുകൾ തന്നെ 2-3 ദിവസങ്ങൾ കൂടി കോർപ്പറേഷൻ എത്തിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതിനുശേഷം പല ഓൺലൈൻ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ, അതുപോലെ തന്നെ മെയിൻസ്ട്രീം മീഡിയ ഒക്കെ തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈൻ ചാനലുകളിലൊക്കെ തന്നെ നിരന്തരമായി വരുന്ന ഈ പദ്ധതിയെ കുറിച്ചുള്ള അറിയിപ്പുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി ഒരു 10-11 ചിറ്റി ഫാക്ടറി കൊണ്ടെത്തിക്കുകയായിരുന്നു. അപ്പോഴേക്ക് എനിക്ക് ദുബായിൽ ഒരു കോൾ വന്നു. ഞാൻ എടുത്തൊരു സ്പീക്കർ എന്റെ ചുറ്റുമുള്ള ജിരിയെ കടത്തുകയായിരുന്നു. അവരെ കേൾപ്പി ദുബായിൽ നിന്നാണ്. അദ്ദേഹം പറയുന്നത് എനിക്ക് 10 കിറ്റ് വാങ്ങിച്ചു തരാം, 10,000 രൂപ 15,000 രൂപയ്ക്കാക്കാം, 10 കിറ്റ് വാങ്ങിച്ചു. എവിടെയാണ് തരേണ്ടത്? ഇന്നലെ കഴിഞ്ഞ തിരക്കിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഇന്ന് രാവിലെ വീണ്ടും സാർ എവിടെയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആരെ കൈകാര്യം ഏൽപ്പിക്കുന്നത്? വേറൊരാൾ വിളിച്ചിട്ട് 25 കിറ്റ് ഞങ്ങൾ എത്തിച്ചു തരാം, ടാൻസാനിയയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് 300 കിറ്റ് ഞങ്ങൾ എത്തിച്ചു തരാം. ഇങ്ങനെ ഈ പദ്ധതിയായി മുന്നോട്ട് പോകുമ്പോൾ 5000 കിറ്റ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിരവധി വിരുദ്ധതറിയാം. ഇതിന് വരുന്ന പോസ്റ്റുകളുടെ അടിയിലുള്ള കമ്മിറ്റി കണ്ടിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ എത്തിച്ചേരാൻ തയ്യാറാണ്. അപ്പൊ ഇത് ഈ കോർപ്പറേഷനോടും ഭരണസമിതിയോടുമുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്.
ഞാൻ നിർദ്ദേശിക്കുന്നില്ല. ഏറ്റവും സന്തോഷകരമായ കാര്യം ഇപ്പൊ ഇവിടെ LDF-ന്റെ UDF-ന്റെ ഒക്കെ ഉൾപ്പെടെ കൗൺസിലർമാർ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. അവരൊക്കെ തന്നെ ഈ പദ്ധതിയിൽ പങ്കുചേർന്നുകൊണ്ട് ഇവരൊക്കെ നന്നായിട്ട്, ഞാൻ എന്റെ പേര് പറയുന്നില്ല, നന്നായിട്ട് അധ്വാനം ചെയ്തുകൊണ്ട് പാക്ക് ചെയ്യാനും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൽ വേറൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതാരും തന്നെ ഇതിന്റെ നൽകുന്ന കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ ആരുമല്ല, വിദ്യാഭ്യാസ വകുപ്പാണ് ലിസ്റ്റ് എടുക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിനോട് പറഞ്ഞിട്ടുള്ളത്, അധ്യാപകരോട് പറഞ്ഞു, നിങ്ങളാണ് കുട്ടികളോടൊപ്പം ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കാണ് ഏറ്റവും ആവശ്യക്കാരാരാണെന്ന് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾക്കാണ്. അവർ കൊണ്ടുവന്ന ലിസ്റ്റ് അനുസരിച്ചിട്ട് ഇന്ന് കുറച്ചു പേർ കൊടുക്കുന്നത്, ബാക്കി കുട്ടികൾക്ക് കോർപ്പറേഷന്റെ വകയായിട്ട് തന്നെ സ്കൂളുകളിൽ ചെയ്യും. ഞങ്ങളുടെ നിലനിൽക്കുന്ന സ്കൂളുകൾക്ക്. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവരുടെ ആ അധ്യാപകരുടെ മേധാവി ആരെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളിത് കിട്ടിക്കഴിഞ്ഞാൽ അതാത് വാർഡുകളിലുള്ള കൗൺസിലർമാരെ വിളിക്കണം. സ്കൂളുകളിൽ നിന്നും കൗൺസിലർമാരെ അങ്ങോട്ട് വിളിച്ചിട്ട് കോർപ്പറേഷന്റെ കിറ്റുകളുടെ എത്തിയിട്ടുണ്ട്. ആ കൗൺസിലറുടെ കൂടെ നോക്കി സൗകര്യം നോക്കിയിട്ട് മാത്രമേ അത് ചെയ്യാവുള്ളൂ. കൗൺസിലർമാരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചെയ്യാവുകയുള്ളൂ. 101 വാർഡിലെ കൗൺസിലർമാരെ സ്കൂളിൽ നിന്നും അറിയിക്കണം. കുട്ടികളെ സെലക്ട് ചെയ്ത അധ്യാപകരാണ്. കാരണം ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള പൊതുവിദ്യാലയങ്ങളുമായി നിരന്തരം ബന്ധപ്പെടണം. കാരണം നേരത്തെ ബഹുമാനപ്പെട്ട ചെയർമാൻ പറഞ്ഞല്ലോ, കോടിക്കണക്കിന് രൂപയാണ് സ്കൂളുകളുടെ നവീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അത് നടപ്പിലാക്കണമെങ്കിൽ കൗൺസിലർമാരുടെ നിരന്തര ഇടപെടൽ വേണം. അപ്പോൾ കൗൺസിലർമാരും ആരോഗ്യ സ്ഥാപനങ്ങളുമായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ടുള്ള നിരന്തരം ഒരു ഇടപെടലും ബന്ധവും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ കൗൺസിലർമാരെ കൃത്യമായിട്ട് എല്ലാ സ്കൂളിൽ നിന്നും അറിയിക്കണം. ഞങ്ങൾ എത്തിച്ചേരുന്നുണ്ട്, ഞങ്ങളുടെ കോർപ്പറേഷൻ ജനത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കില്ല, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. പ്രിയപ്പെട്ടവരെ, ഈ മേയർ കെയർ ഇത്രയും ആയപ്പോഴേക്കും പലരും ആവശ്യപ്പെടുന്നുണ്ട്, ഇതിൽ മാത്രം ചുരുക്കരുത്, മറ്റു പല കാര്യങ്ങളിലേക്കും പോകണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല, പറഞ്ഞ 45,000 കുട്ടികളാണ് കോർപ്പറേഷൻ ആകെ ഉള്ളതെന്നാണ്. ഒന്ന് കാര്യമായിട്ട് തിരുവനന്തപുരം മനസ്സ് വെച്ചാൽ, എല്ലാ CSR തരാൻ തയ്യാറുള്ള എല്ലാ സ്ഥാപനങ്ങളും മനസ്സ് വെച്ചാൽ, അടുത്ത വർഷം, ഞാനൊരു വാഗ്ദാനമായിട്ട് പറയുന്നില്ല, അടുത്ത വർഷം തിരുവനന്തപുരം നഗരത്തിൽ പഠിക്കുന്ന സ്കൂളുകളിലെ മുഴുവൻ കുട്ടികൾക്ക് നമുക്ക് ഇത്തരത്തിൽ ഒരു കൈത്താങ്ങ് ആവാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത 10 മടങ്ങായിട്ട് വർദ്ധിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. കുട്ടികൾ നമ്മുടെ നാടിന്റെ കരുത്താണ്, നമ്മുടെ സമ്പത്താണ്. ആ കുട്ടികളെ മുഴുവൻ സ്വന്തം കുഞ്ഞുങ്ങളായി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന 101 കൗൺസിലർമാരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉള്ളത് എന്നുള്ളത് ലോകത്തിന് തന്നെ ഒരു സന്ദേശമായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു.